Hallelujah. Daniel remaining loyal in a world of compromise. Hallelujah. നമ്മളതാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ ചില നാളുകളായി ദൈവം ഞങ്ങൾ തിരുവചനം പഠിക്കുകയാണ്. ദൈവം ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന് ഉത്കൃഷ്ട മനസ്സിലായിരുന്നു. കർത്താവെ, സ്തോത്രം. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ കർത്താവെ ഇന്ന് കുറവാണ്, ഞങ്ങൾക്കും കുറവാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ദൈവം ഞങ്ങളാവോളം കർത്താവെ നിന്റെ ഇടപ്രകാരം ജീവിപ്പാൻ കൊണ്ടും ഞങ്ങൾക്കിടയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എഴുതുന്ന അന്നമസോരി വായിക്കുന്ന അമ്മണിക്കുട്ടി എല്ലാ പ്രിയ മക്കളെയും കടന്നു വന്നിരിക്കുന്നവരെയും സഹായിക്കണമേ. ഏഴെയും താത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അതെ, നമ്മൾ ദാനിയേലിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വേദഭാഗം, നല്ല കാര്യങ്ങളാണ് നമ്മുടെ സ്തോത്രം. നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നു. രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഇല്ല. അത് സിംഹങ്ങളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ദാനിയേൽ ഉറങ്ങിയിരിക്കണം. യേശു ശിഷ്യന്മാരും യാത്ര ചെയ്ത പടകിന് നേരെ കൊടുങ്കാറ്റടിച്ചപ്പം ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ട് കരങ്ങി. എങ്കിലും യേശു അതിൻ്റെ മധ്യത്തിൽ സുഖമായി ഉറങ്ങിയതായി നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തോടും മനുഷ്യരോടുമുള്ള നല്ല മനോസാക്ഷി ഏറ്റവും മൃദുലമായ തലയണയാണ് എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. അതെ, സ്തോത്രം. നല്ല മനോസാക്ഷിയിൽ, നല്ല സാക്ഷ്യത്തിൽ നമ്മുടെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഉറങ്ങുവാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമാകും തോറും ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും നമ്മളെ ബോധർ ചെയ്തുകൊണ്ടിരിക്കും. പണ്ടത്തെ പോലെ അല്ല. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന അന്നമസോരി നമ്മുടെ കുട്ടിയുടെ പ്രായമൊന്നും എനിക്കറിയത്തില്ല, ചെറുപ്പമാണ്. അപ്പം ഞാനും അന്നമസോരിയൊക്കെ പ്രായമുള്ളവരാണ്. അപ്പം ചെറിയ കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കും. അത് നമുക്ക് ചിലപ്പം നമ്മളെ വളരെ വ്യാകുലപ്പെടുത്തും. കുഞ്ഞുങ്ങളുണ്ട് എന്തെന്ന് എനിക്കറിയത്തില്ല. 90 വയസ്സ്. അതെ. കുഞ്ഞുങ്ങളുടെയൊക്കെ ദൈവം നിർത്തിയിരിക്കുന്നത് ഓർക്കുമ്പം അതെ നമുക്കറിയാമല്ലോ. മോളിയാൻ്റിയൊക്കെ സുഖമില്ലായിരിക്കുന്നു, ടേക്ക് കെയർ ചെയ്യുന്നു. എത്രത്തോളം ദൈവം ബലവത്തോട് നിർത്തിയിരിക്കുന്നുണ്ട്. അത് തന്നെ എന്തൊരു വലിയ അനുഗ്രഹമാണ്. അത് അനുഗ്രഹം എന്നുള്ളതിനേക്കാൾ ഉദ്യാമനം പറയേണ്ടത് ദൈവത്തിൻ്റെ കൃപയാലാണ് അത് സാധിക്കുന്നത്. അതെ, അതാണ് അതിനകത്തെ കാര്യം. നമ്മുടെ മനസ്സ് സ്റ്റേബിളായിട്ട് ഒരു പതറിച്ചു കൂടാതെ കൊണ്ടും ധൈര്യമായിട്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. അതെ, യേശുവും അത് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് നല്ല മനോസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടും. നമ്മളെ ബോധർ ചെയ്യത്തില്ല. സ്തോത്രം. അപ്പം നമ്മുടെ മനോസാക്ഷി ശുദ്ധവും നിർമ്മലവും ആണെങ്കിൽ സിംഹതുല്യമായ പ്രശ്നത്തിൽ നാം വലയപ്പെട്ടിരിക്കുമ്പോഴും നമുക്ക് പൂർണ്ണ സമാധാനത്തിൽ കഴിയുവാൻ കഴിയും. അതുകൊണ്ട് പ്രശ്നങ്ങൾ നമ്മെ കലക്കുന്നുവെങ്കിൽ അത് നാം യഥാർത്ഥമായി ദൈവസന്നിധിയിൽ നേരിടുള്ളവരല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് പ്രശ്നങ്ങൾ നമ്മളെ കലക്കുന്നു എങ്കിൽ പ്രശ്നം ഉണ്ടാകും. അതായത് വേറെ കാര്യമുണ്ട്. വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ കിടക്കുന്നിരിക്കട്ടെ, അതേസമയം നമുക്ക് യാതൊരു ഹൃദയത്തിൽ ഒരു ചാഞ്ചാട്ടമോ അതിലൊരു ബോധറേഷൻ തോന്നുന്നില്ലെങ്കിൽ എന്തോ സംതിങ് നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ മാനസിക നില തെറ്റിയ രീതിയിലൂടെ പോകും. എന്നുവെച്ചാൽ ഒന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ പിശാചിൻ്റെ കൺട്രോളിൽ ആയിരിക്കാം ആ വ്യക്തി. അത് ഒരു ഹാർട്ടിന്റെ വാൽവ് മാറ്റി വെക്കുന്നു. ഇന്ന് കൺഫേം ചെയ്തു, എനിക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്. അവിടെ പോയിട്ട് ഹാർട്ടിന്റെ ഒരെണ്ണം പഴയ
അപ്പോൾ ദൈവമക്കൾ കേട്ടല്ലോ. അത് നമുക്കെല്ലാം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ തന്നെയല്ല, നമുക്കെല്ലാം ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഡോക്ടർമാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏത് ഡോക്ടർമാരാണ് നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. അതുണ്ട് ഇതുണ്ട്, പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം ആ കുഴപ്പമുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ആ കുഴപ്പമുണ്ട്, നിങ്ങൾ ശ്വസിക്കുന്ന കുഴപ്പമുണ്ട്. ഏതാ ഇവർ പറയാതെ നമ്മളെ ബോധർ ചെയ്യുന്ന പരിപാടി ഇവർക്കുള്ളൂ. അപ്പോൾ അവർ കസ്റ്റമേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് അവരുടെ പരിപാടി. അതായത് ഏത് രോഗിയാണ് ആശ്വസിപ്പിച്ചിട്ടുള്ളത്? ഞാൻ നിങ്ങൾ തന്നെ ഒന്ന് ആ കൂടെ നോക്കി. ഞാൻ പല ഡോക്ടർമാരെയൊക്കെ കാണാറുണ്ട്, എനിക്കറിയാം. ഏത് ഡോക്ടറുണ്ടോ നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ കർത്താവ്, അത് കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് തന്നെ, വേറെ ആരാ? നമ്മുടെ വലിയവനായ ഡോക്ടർ, നമ്മുടെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, നമ്മളെ നിലനിർത്തുന്നത്. ഈ ലോകത്തിലെ ഡോക്ടർമാരൊന്നും നമ്മളെ ആശ്വസിപ്പിക്കുന്നൊന്നുമില്ല. അവരോരോ പ്രോബ്ലം പറഞ്ഞുകൊണ്ട് നമ്മളെ ഇട്ട് അമ്മാനമാടുന്ന പരിപാടി അവർക്കുള്ളത്. പിന്നെ അവിടെ ഇവിടെ ചിലപ്പോൾ 1-2 ഡോക്ടർമാരൊക്കെ കാണുമായിരിക്കും, ആത്മാർത്ഥതയുള്ളവർ കാണുമായിരിക്കും. ഇല്ലെന്ന് ഞാൻ ഉണ്ടായിരിക്കാം. ഓക്കെ, എനിവേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം വലിയ കുഴപ്പമില്ല. പ്രോസ്റ്റേറ്റിൻ്റെ ഞാൻ ഡോക്ടറെ പോകാറുണ്ട്. ഓക്കെ, അദ്ദേഹം എന്നെ നിർബന്ധിക്കത്തില്ല ഒന്നും. ഇതിനു മുമ്പ് തന്നെ എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ സർജറി വേണമെന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് പറയുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷത്തിനടുത്ത് 30 വർഷം മുമ്പ് എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഈ നോർമൽ അല്ല എന്ന്, അതായത് കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഡോക്ടറെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഡോക്ടർമാർ വരില്ല. ആദ്യത്തെ ഡോക്ടർ റിട്ടയറായി, ഒരു ഇന്ത്യക്കാരനായിരുന്നു. അങ്ങനെ പോയി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം പറയാം. അതായത് അപ്പോൾ ഇങ്ങനെ ഒരു സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നോട് പറയും. ഓക്കെ, ഇങ്ങനെയാണ് പറയും. അതങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞോളൂ, പ്രാർത്ഥിച്ച് അങ്ങ് പോകും. ഓക്കെ, ഇപ്പം ലാസ്റ്റ് കാണുന്ന ഒരു ഡോക്ടർ യുക്രൈൻകാരൻ. കഴിഞ്ഞ 1 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം അദ്ദേഹം ഇതിനിടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യുക്രൈൻകാരനാണ്. അപ്പോൾ യുക്രൈൻ എന്ന് പറഞ്ഞാൽ ഞാനത് പറയുകയും ചെയ്തു. നമ്മുടെ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. യുക്രൈനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം അതായത് ഈ ഡോക്ടർ സർജറി വേണമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞ ഡോക്ടർ ഇപ്പോൾ എന്നോട് സർജറി വേണമെന്ന് പറയത്തില്ല. ഇപ്പം ഈ കഴിക്കുന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി, മനസ്സിലായി? വേറെ ഒരു ഡോക്ടർമാരും അങ്ങനെ പറയത്തില്ല, മനസ്സിലാക്കണം. അപ്പം 30 വർഷത്തിന് മുമ്പ് എനിക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ലെവലിൽ നോർമൽ അല്ല എന്ന് അന്ന് പറഞ്ഞ ശേഷം ഇതുവരെയും എൻ്റെ ദേഹത്ത് ദൈവം അത് ഒരു കത്തി വെക്കത്തക്ക രീതിയിലോട്ട് വന്നില്ല. ഓക്കെ, നാളത്തെ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവ് അത് നമ്മളെ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ചില ഡോക്ടർമാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റൂ എന്ന് നമ്മളെ നിർബന്ധിപ്പിക്കും, മനസ്സിലായോ? ഓക്കെ, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. അതും എൻ്റെ ഒരു സാക്ഷ്യം കൂടി, കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടി ഞാനങ്ങ് പറയായിരുന്നു ആ കൂട്ടത്തിൽ. സ്വതം. അപ്പം നമുക്ക് ഈ ഏതെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ടാലും ഉണ്ടാകും. നമ്മൾ യഥാർത്ഥമായ ദൈവസന്നിധിയിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവം തരുന്ന സമാധാനവും അവൻ തരുന്നതായ ആശ്വാസവും ആണ് നമുക്ക് വേണ്ടത്. സ്വതം. നമ്മുടെ ഹൃദയത്തെ ശോധന നമ്മൾ ചെയ്യുക. നമുക്ക് ശാന്തമായ സമാധാനമുണ്ടോ? ചില വീടുകളിൽ സഹോദരിമാർ ഒച്ചയുണ്ടാകും ഭർത്താക്കന്മാർക്ക്. അവർക്ക് അവരുടെ നേച്ചർ അങ്ങനെയുണ്ട്. സഹോദരിമാർ പുരുഷന്മാരെ പോലെ അല്ല, അവർ കൂടുതൽ ഒച്ചയുണ്ടാക്കുന്നവരാ. ഏത് നിസ്സാര കാര്യത്തിനും അവരൊച്ചയിടും. അങ്ങനത്തെ സ്വഭാവമാണ് അവർക്കുള്ളത്. പക്ഷേ
ഇത് പിന്നെ ഒരു ദൈവവൈതലായിരിക്കുന്ന ഒരു സഹോദരിയോ സഹോദരനോ ഇത് കൂടുതൽ ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും ശാന്തത നമ്മൾ കൈവരിക്കണം, ദാനിയേലായി തീരണം. സ്തോത്രം. ഇത് നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെടും. നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ പറയും, ഞാൻ പൊതുവിലങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പ്രസംഗത്തിൻ്റെ സ്റ്റൈലാണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾ അധൈര്യപ്പെടുകയും കലങ്ങുകയും ചെയ്യും. അപ്പോൾ കുറ്റബോധം കൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയാതെ വരും. അങ്ങനെയുണ്ട് കുറ്റബോധം. അപ്പം കുറ്റബോധം നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ നാം എല്ലായ്പ്പോഴും സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകണം. അപ്പം ആ രാത്രിയിൽ അതുകൊണ്ടാണ് രാജാവിന് ഉറങ്ങാൻ കഴിയാഞ്ഞത്. മനസ്സിലായോ? കുറ്റബോധം കിടക്കുന്നുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴി കൊണ്ടിടാനായിട്ട് രാജാവിൻ്റെ ഓർഡർ നേരത്തെ ഉണ്ടായിരുന്നു. അവർ രാജാവിനെ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ കുറ്റബോധം കിടപ്പുണ്ട് രാജാവിന്. അപ്പം അതുകൊണ്ട് രാജാവിനും ഉറക്കം വരുന്നില്ല. നമ്മളാരെങ്കിലും വഞ്ചിക്കുകയോ ആരോടെങ്കിലും ബഹുമാനക്കുറവായി സംസാരിക്കുകയോ പഴിചാരിക്കുകയോ, ആത്മീയത്തിലെ വിഷയം ഞാൻ പറയുന്നത്, ആത്മീയ വിഷയം തന്നെ. ചിലർക്കൊക്കെ ചില പോരുകളുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്വതം സഭാ സ്പിരിറ്റുണ്ട്. അപ്പൻഡോസിൻ്റെ പക്ഷക്കാരൻ, ദേവാവിൻ്റെ പക്ഷക്കാരൻ എന്നുള്ളതായ ഒരു വേർതിരിവും ഒരു ഈഗോയും ഒക്കെ വെച്ചുകൊണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്വതം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ദൈവദാസന്മാർ അങ്ങനെ പറഞ്ഞ് എനിക്കറിയത്തില്ല, ഞാൻ കേൾക്കാറ് എനിക്കറിയില്ല, ഞാൻ പൊതുവെ പറയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അത് നമ്മുടെ മനസ്സാക്ഷിയെ കാരണം നിന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. ദാനിയേലിന് നമുക്കറിയാം, ദാനിയേൽ 3 രാജാക്കന്മാരുടെ ഇത് 3ാമത്തെ രാജാവ് ദാനിയേൽ. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നെബൂഖദ്നേസറിന്റെ കാലം മുതൽ ദാനിയേൽ ഒരു ഫോറിൻ മിനിസ്റ്റർ എന്നൂടെ പറഞ്ഞു, അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഈ 3 രാജാക്കന്മാരുടെയും കീഴിൽ ദാനിയേൽ ഈ ഉദ്യോഗം വഹിച്ചിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. ഈ 3 രാജാക്കന്മാരെ ശുശ്രൂഷിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സ്തോത്രം. അത് ഒരു ദൈവഭക്തൻ, ഒരു വിശുദ്ധൻ, ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 1ാമത്തെ രാജാവ് മൃഗങ്ങളുടെ രാജാവ്, സ്തോത്രം, മൃഗങ്ങളുടെ രാജാവ്. 2ാമത് ദാരിയാവേശ് രാജാവ്, രാത്രി മുഴുവൻ ഉറക്കം ഇളച്ചിരുന്നു. പിന്നെ 3ാമത് മഹത്വത്തിൻ്റെ രാജാവ്, ശത്രുക്കൾക്ക് ഇപ്പോൾ അവനെതിരെ ഒരു ദോഷം ചെയ്യുവാൻ കഴിയുന്നില്ല. അപ്പോൾ ദാനിയേലിനെ സംബന്ധിച്ച് അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയായിട്ട് മാറുന്നു. നമ്മളത് പറയുന്നു. ദാനിയേലിനെ സംബന്ധിച്ച് ഒരു സിംഹത്തിന് മാത്രമേ മറ്റു സിംഹങ്ങളോടൊത്ത് ഭയമില്ലാതെ ഉറങ്ങുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദൃശവാക്യം 28:1 നോക്കി. സദൃശവാക്യം 28:1. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. നീതിമാന്മാർ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. സ്തോത്രം. നമുക്ക് പരീക്ഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് ഞാൻ പറയുമ്പം ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്. പരീക്ഷകൾ വേണമല്ലോ, പരീക്ഷ ജയിക്കണമല്ലോ. നമ്മൾ ഓരോ ക്ലാസ്സിൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഇങ്ങനെയൊക്കെ പഠിച്ച് ഇപ്പോൾ ഡോക്ടർ നിലവിൽ വരുന്നത് എങ്ങനെയാണ്? പരീക്ഷയുണ്ട്. പരീക്ഷ ജയിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പം ആത്മീയത്തിലും ദൈവം നമുക്ക് തരുന്ന ഓരോ പരീക്ഷ ടെസ്റ്റിംഗ് ഉണ്ട്. ഈ ടെസ്റ്റിങ്ങിൽ നാം വിജയം പ്രാപിക്കണം. എപ്പോഴും ഒരു ശിശുവായിട്ടിരിക്കാനാണോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആത്മീയത്തിലൊരു ശിശുവായിട്ട് നാം
എപ്പോഴും ആയിക്കൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അത് ആത്മീയത്തിൽ നാം മുമ്പോട്ടെടുത്ത് സ്റ്റെപ്പ് വെക്കണം. മനസ്സിലായോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം. ഇന്നലെ ഞാൻ സഭയിൽ ശുശ്രൂഷിച്ചപ്പം ഒരു കാര്യം ഓർമ്മ വന്നത്, മറ്റുള്ളവരെ നാം അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം നാം, പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ളവർ, ഇന്ത്യക്കാർക്ക് അസ്വതയുണ്ട് തോന്നുന്നു, വളരെ ചുരുക്കമാണ്. നമ്മളൊരാളെ ഒരു ദൈവഭക്തനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാലേ അവരതിൽ മുന്നോട്ട് വരികയുള്ളൂ ആണ്. നമ്മൾ വാം മൂടി കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ദൈവദാസൻ ഒരു പ്രസംഗം ചെയ്തു. ഇന്നലെ ഞാൻ സഭയിൽ പറഞ്ഞ പോലെ, ഇന്നലെ എനിക്ക് ഒരു സഹോദരി ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. അപ്പം ആ സഹോദരി എന്നോട് പറഞ്ഞത്, പാസ്റ്റർ പ്രസംഗിക്കുന്ന പോലെയാണ് ഒരു അച്ഛൻ്റെ പ്രസംഗം, ഇതൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ഒന്നും കേൾക്കാറില്ല, അങ്ങനെയുള്ളതൊന്നും കേൾക്കാറില്ല. അപ്പോൾ എന്നോട് നിർബന്ധിച്ചു, അല്ല ഇത് കേൾക്കണം, ഞാൻ 1 മണിക്കൂറുണ്ട്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടോട് എനിക്കൊന്ന് കേൾക്കണം തോന്നുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കുന്നതല്ല, അച്ഛൻ പ്രസംഗിക്കുന്നത് എന്നോട് പറഞ്ഞു. അപ്പം ഞാനത് എനിക്ക് മിനിഞ്ഞാന്ന് കിട്ടി, ഇന്നലെ ഞാൻ കേട്ടു. അത് ആ സൗരി പറഞ്ഞത് യാക്കോബയുടെ അച്ഛനാണെന്ന് എന്നോട് പറഞ്ഞു. യാക്കോബയുടെ അച്ഛനല്ലായിരുന്നു, ഞാൻ കേട്ടപ്പോൾ അത് മാർത്തോമയുടെ അച്ഛനാണ്. അപ്പോൾ മാർത്തോമയിലെ മെത്രാപ്പൊലീത്തയോടെ ഇരിക്കൊണ്ട്, വേറൊരു മെത്രാപ്പൊലീത്തയോടെ ഇരിക്കൊണ്ട് നിരണം ഭദ്രാസനത്തിലാണ് അച്ഛൻ പ്രസംഗിക്കുന്നത്. 1 മണിക്കൂറുണ്ട്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഇന്നുവരെ അങ്ങനത്തെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. കാര്യം അത് ഞാൻ പറയാൻ കാരണം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ്, 4-ാം അധ്യായം മുതലുള്ളതായ ടെക്നോളജിയുണ്ട്. ഇന്നത്തെ ടെക്നോളജി അതൊരു ടച്ചിങ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. നോഹയുടെ കാലത്തെ പോലുള്ളതായ ഇന്നത്തെ കാലം, ചെമ്പും ഇരുമ്പും ഒക്കെ അന്ന് അവർ കുഴിച്ചെടുത്ത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഉൽപ്പത്തി വായിക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം ഈ ഇന്നത്തെ AI ടെക്നോളജി ഇതെല്ലാം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, അച്ഛൻ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സഭ ബന്ധുക്കോസുകാരുടെ ആണല്ലോ പറയേണ്ടത്. മെത്രാപ്പോലത്തെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മാർത്തോമാക്കാരുടെ വിവാഹവേദികളിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ അദ്ദേഹം എടുത്ത് സംസാരിക്കുന്നു. പെൺകുട്ടികൾ ശരിയാവണ്ണം വസ്ത്രം ധരിക്കാതെ വണ്ണം ഭർത്താവ് ഭാര്യയെ പൊക്കിയെടുക്കുന്നു, ചില കോമാളിത്തരം കാണിക്കുവാണെന്നൊക്കെ അച്ഛൻ പറയുന്നു. അച്ഛൻ എവിടെ പറയുന്നു? നിരണം ഭദ്രാസനത്തിലെ മീറ്റിങ്ങിൽ അച്ഛൻ ഇത് പറയുന്നു. ഇതുപോലൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല, ഒരു ബന്ധുക്കോസുകാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്താ കുഞ്ഞോത്സവരി? കുഞ്ഞോത്സവരി കേട്ടായിരുന്നോ? ഒന്ന് പറഞ്ഞാട്ടെ, കേട്ടെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ പോരല്ലോ, ഒന്ന് പറ. നല്ല പ്രസംഗമാണ്. അത് എല്ലാവരും കേൾക്കേണ്ടത്. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവരും കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ, അല്ല അത് സമ്മതിച്ചു. ഓക്കെ, കല്യാണം കഴിക്കാൻ വരുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അത് നല്ലൊരു പ്രസംഗമാണ്, ഞാനും കേട്ടു. അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കുഞ്ഞോത്സവരെ, നിങ്ങളോട് പറയാണ് കാര്യം. അച്ഛൻ്റെ ഏറ്റവും വലിയ ആളാണല്ലോ മെത്രാപ്പോലീത്തയോട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ മാർത്തോമാക്കാരുടെ മീറ്റിങ്ങിൽ ഈ അച്ഛൻ ഇത്രയും തുറന്ന കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഭയമില്ല. കാര്യം മെത്രാപ്പോലീത്തയ്ക്ക് വേണമെങ്കിൽ പറയും, അച്ഛൻ ഇത്രയും സീരിയസ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് വേണമെങ്കിൽ നമ്മളാൾക്കാരെയാണ് പറയും. അത് ഇച്ചിരി കൂടിപ്പോയി, പാസ്റ്ററുടെ പ്രസംഗം ഇച്ചിരി കട്ടിയായിപ്പോയി, അത്രയും വേണ്ടായിരുന്നു, നമ്മൾ കൂട്ടത്തിലുള്ളവർ തന്നെ പറയാൻ കുറ്റം പറയും. അതാണ് ഞാൻ പറഞ്ഞത്. അച്ഛന് ധൈര്യമുണ്ട്. മെത്രാപ്പോലീത്തമാരവിടെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കുഞ്ഞോത്സവർ ആ കാര്യം പറഞ്ഞില്ല. ആ ഉൽപ്പത്തിയിലെ
ആ സയൻറ്റിഫിക്കായി ഇന്നത്തെ ടെക്നോളജിയോട് ബന്ധപ്പെടുത്തി അദ്ദേഹം സംസാരിക്കുന്നത് അതാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ഒരു ദിവസം അത് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അദ്ദേഹം പല പോയിന്റ്സാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. മനസ്സിലാകും സോദരം. ഹല്ലേലൂയ. പിന്നീട് ഞാൻ ഇന്നലെ സഭയിലും പറഞ്ഞു, അതായത് എന്നെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത് പറഞ്ഞോണ്ടൊന്നും ഞാൻ ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ അപ്പനെക്കുറിച്ച്, കുഞ്ഞോൾ സാറിക്ക് ഫാദറുണ്ട്, എനിക്ക് ഫാദറുണ്ട്, നിങ്ങൾക്കെല്ലാം ഫാദറുണ്ട്. നിങ്ങളുടെ അപ്പനെ നിങ്ങൾ അല്ലെ മറ്റുള്ളവർ നമ്മളെ അപ്പനെ ധിക്കരിക്കുകയോ അല്ലെങ്കിൽ യോഗ്യമായ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, ഇല്ല, ഇല്ലല്ലോ, ഇല്ലല്ലോ, ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ഇന്നലെ സഭയിൽ വായിച്ചപ്പോൾ വായിക്കണമെന്നില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ തലയിൽ, അതായത് ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും സഹോദരിമാർ തലയിൽ തുണിയിടാതെ വന്ന് പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരെന്താ എഴുതിയിരിക്കുന്നു? ഒരു ദിവസം എഴുതിയിരിക്കുന്നു, തലയെ അപമാനിക്കുന്നു. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അത് അവരുടെ തലയാണ് ക്രിസ്തുവോ? എൻ്റെ അപ്പനെ ആരെങ്കിലും അപമാനിച്ച് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പം ഇത് കേട്ടോണ്ട് ഇത് ബന്ധിക്കൂസുകാരെ ഇപ്പോൾ തലയിൽ തുണിയിടാത്തത്. ഓക്കെ, എൻ്റെ അപ്പനെ, അമ്മണിക്കുട്ടിയുടെ അപ്പനെ ഞാൻ അനാവശ്യം പറഞ്ഞ അമ്മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതായത് അമ്മണിക്കുട്ടിയുടെ അപ്പനെ ആരെങ്കിലും അപമാനിച്ച് അമ്മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം എൻ്റെ കർത്താവിനെ ആരെങ്കിലും അപമാനിച്ച് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഈ സ്ത്രീകൾ ആരാന്ന് പറഞ്ഞു, എൻ്റെ വീട്ടുകാരാണ്. ആരാന്ന് പറഞ്ഞു? ഊരട്ട് ദൈവത്തിനെ വിരുദ്ധമായിട്ട് തലയെ തുണിയിടാമെന്ന് പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ ധിക്കരിക്കുക, എൻ്റെ അപ്പനെ അപമാനിക്കുകയാണ്. പല ദിവസം എഴുതിയിട്ടുണ്ട്, വായിക്കുന്നില്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇല്ല. എന്നാ വായിക്കും, നമ്മൾ കുട്ടി എടുത്താണ് വായിക്കും. യോഗ്യമോ? പിന്നെ താഴോട്ട് പറയുന്നത് അപമാനം, നിങ്ങളുടെ തല ആരാണ് എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് പറഞ്ഞ് നിങ്ങളുടെ തലയെ അപമാനിക്കുകയാണ്. ശ്രദ്ധിക്കണം. ഇനി വേറെ കാര്യമുണ്ട്. ഞാൻ വേറെ കാര്യം പറയാമോ? നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞ എനിക്ക് വളരെ എൻകറേജ് ആയിപ്പോയി. അതായത് അച്ഛൻ പറയാമെങ്കിൽ പിന്നെ പെന്തിക്കോസ്ത് പാസ്റ്ററായിരിക്കുന്ന എനിക്ക് പറയാറില്ലേ? അച്ഛൻ പറയുന്നത് അവരുടെ മെത്രാപ്പോലത്തെ ഇരിക്കും, അതിൻ്റെ ഓളിനോൾ അവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ വേണേൽ ഫയർ ചെയ്യാനും അച്ഛനെ മുടക്കാനും അച്ഛനെ സസ്പെൻഡ് ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അച്ഛൻ തുറന്നായി കാര്യങ്ങൾ സംസാരിക്കുന്നത്, മാർത്തോമാ സഭയിൽ നടക്കുന്നതും പൊതുവിൽ നടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, പൊതുവിൽ പറയാം, തലയെ തുണിയിടാതെ ഇവിടെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു, അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കൂ? മൈ ക്വസ്റ്റ്യൻ. എൻ്റെ യേശുവിനെ ഞാൻ കൊടുക്കേണ്ട മാന്യത കൊടുക്കാതെ വേണം ഞാനിവിടെ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്ന് എൻ്റെ ചോദ്യം. ഒരിക്കലുമില്ല. പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മൂടുപടമില്ലാതെ തലയെ അപമാനിക്കുന്നു. അതുപോലെ പുരുഷന്മാരുമുണ്ട്. പുരുഷന്മാർ ഇന്നത്തെ ചെറുപ്പക്കാർ കണ്ടിട്ടില്ലേ? പാട്ട് പാടാൻ വരുന്നവരും മ്യൂസിക് കളിക്കുന്നവരും തലമുടി നീട്ടി വളർത്തിക്കൊണ്ട് ചെറുപ്പക്കാർ വരുന്നത്. അവരെന്താ കാണിക്കുന്നത്? അവർ യേശുവിനെ അപമാനിക്കില്ല ചെയ്യുന്നു. അതിനെന്താ കളിതമാശ? അവരുടെ പാട്ട് അവർ പാടിയ അവരുടെ ദൈവാത്മാവ് അവിടെ വരുമോ? ഞാൻ ചോദിക്കുന്നത്. അവരുടെ രക്ഷകനായിരിക്കുന്ന യേശുവിനെ അപമാനിച്ചുകൊണ്ട് പാട്ടുപാടിയ പ്രാർത്ഥിച്ച ദൈവം വരുമോ? ദൈവമക്കളെ, ഇതൊന്നും പറയാൻ നിന്നൊന്നുമല്ല. അതിൽ നമ്മളിവിടെ പറഞ്ഞത് സ്തോത്രം, അത് നിങ്ങൾ കേൾക്കണം. പ്രസംഗം ഒന്ന് കേൾക്കാൻ പറ്റുമെന്ന് കേൾക്കും. ഞാൻ പലർക്കും അയച്ചു കൊടുക്കാനിരിക്കുകയാണ്. പലർക്കത് കമൻ്റ് ഇട്ട് എനിക്കതെല്ലാം ഒന്നുകൂടി പഠിച്ചിട്ട് കേൾക്കാനിരിക്കുകയാണ്. പലർക്ക് അയച്ചു കൊടുക്കാനിരിക്കുക അച്ഛൻ്റെ പ്രസംഗം ഞാൻ ഇതുവരെയും കേട്ടില്ല. ഞാൻ അതിന് സയൻറ്റിഫിക്കായി അദ്ദേഹം പറയുന്നത് കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ആ പ്രസംഗത്തിൻ്റെ അല്ലേ അച്ഛനാരാന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൂ ഇറ്റ് ഈസ്. എനിക്ക് കുഴിയെ കിടക്കുന്ന
അച്ഛൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ന്യൂയോർക്കിൽ ഒരു സഹോദരി അയച്ചു തന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞോണ്ട് വന്നു. ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞോണ്ട് വന്ന കാര്യം വിട്ടുപോകും. അപ്പോൾ അച്ഛന് ദൈവമക്കളായിരിക്കുന്ന നാം അത് ബന്ധുക്കോസുകാരല്ലേ ഇത് പറയുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള സത്യമായ കാര്യങ്ങൾ പറയേണ്ട ബന്ധുക്കോസുകാരല്ലേ. ബന്ധുക്കോസുകാർ പറയുന്നില്ല. ബന്ധുക്കോസുകാരുടെ അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. ബന്ധുക്കോസുകാരെ പറയുന്നത്. ഇപ്പം അച്ഛൻ അവിടെ പ്രസൻറ്റ് ചെയ്ത് സംസാരിച്ചു. അവർ ദൈവവചനത്തെ ഇട്ട് നമ്മൾ അമ്മാനമായി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവമൊന്നും അവിടെ കൊടുത്ത് കുറേ ചാട്ടമൊക്കെ ചാടിയെന്ന് പറഞ്ഞാൽ ദൈവമൊന്നും വരത്തില്ല. എൻ്റെ യേശുവിനെ അപമാനിച്ചുകൊണ്ട്, എൻ്റെ തല യേശുവാണ്, എൻ്റെ യേശുവിനെ അപമാനിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. എത്ര പാട്ട് പാടിയാലും അതാദ്യം പഠിക്കണം. ഓക്കെ. പ്രമാണങ്ങൾ ലംഘിക്കാനൊന്നും ദൈവം പഠിപ്പിച്ചിട്ടൊന്നുമില്ല. മനസ്സിലാക്കണം. സ്തോത്രം. ഇത് കഠിനമാശൊന്നും അല്ല. സ്തോത്രം. അതുകൊണ്ട് അതെ താങ്ക് യു കുഞ്ഞു സോറി. സ്തോത്രം. ഞാൻ പറഞ്ഞതിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കി പറയാനോ. കേട്ടാളുകളുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സ്തോത്രം. നമ്മൾ അതിരാവിലെ രാജാവ് സിംഹക്കുഴിയുടെ അരികിൽ എത്തി ദാനിയേലിനെ വിളിക്കുന്നു. അവൻ ദയനീയമായിട്ടാണ് ഞാൻ പറഞ്ഞൊരു വിഷയം വിട്ടുപോയി. അതാണ് ഇടയ്ക്ക് സംഭാഷണം കൊണ്ട് വിട്ടുപോയത്. അച്ഛനെ പറഞ്ഞിട്ടൊരു വിഷയം എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്ന ടോപ്പിക്കിൽ സെക്കൻഡ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമെന്നുള്ള അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ടോപ്പിക്ക്. ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ വിട്ടു. അപ്പോഴാണ് നിങ്ങളുടെ സംസാരം വന്ന് എനിക്ക് നിന്നുപോകും. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പം മാർത്തോമാക്കാരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ കാര്യത്തിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്? പറഞ്ഞിരിക്കുന്ന ദൈവത്തെ പോകും മുമ്പേ മാനസാന്തരപ്പെടുക. 5 കാര്യങ്ങൾ പാശ്ചാത്യത്തിനകത്തുനിന്ന് ആ കർത്താവിന്റെ വരവിന് വേണ്ടി ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ അച്ഛൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. സോറി. അതൊക്കെ പറ. എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാതെ പറ. സോദരം ഹല്ലേലൂയ. കണ്ട, അതാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ല ദൈവം മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുമെന്നേ. ഒരു കാര്യം ഓർമ്മയിരിക്കണം. കണ്ടോ, നമ്മളെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞില്ലെങ്കിലേ, കുഞ്ഞോത്സവരെ ഏൽപ്പിച്ച കാര്യം കുഞ്ഞോത്സവർ പറഞ്ഞില്ലെങ്കിലേ വേറെ ആരെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കും. കുരിയയുടെ കഥകൾ വേറെ ഉണ്ട്. മനസ്സിലാക്കണം. കുരിയയുടെ കഥകളെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഓർമ്മയിരിക്കണം. ദൈവം കണക്ക് ചോദിക്കും. സ്തോത്രം. അപ്പം അതെ ദൈവമക്കളെ, സ്തോത്രം. രാജാവ് നമ്മൾ തന്നെ അറിയാവുന്നതാണ്. രാജാവ് ദീർഘമായി ശരിക്കട്ടെ. രാജാവ് വന്ന് അന്വേഷിക്കുന്നു. 6:21 വായിച്ചത് ഒരു 6:21. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. 22 ചുമകളെ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നദ്ധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. അവൻ രാജാവിനോട് ദാനിയേലിന് യാതൊരു പരിഭവമോ സ്നേഹക്കുറവോ ഇല്ല. ബഹുമാനം മാത്രമേ ഉള്ളൂ. കാര്യം ദാനിയേലിനറിയാൻ രാജാവ് വിട്ട ഓർഡറാണ്. രാജാവിന് അങ്ങനെ ഓർഡർ മാറ്റാനൊക്കത്തില്ലല്ലോ. നമ്മളെപ്പോലെ ഒരു ദിവസം 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം മാറ്റുന്ന പരിപാടിയില്ല നമുക്കുള്ളത്. നമുക്കങ്ങനെയാണല്ലോ. ഒരു ഭാഷയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ ഇവിടെ ബോസ്റ്റണിലെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. അതും ഇതും കേട്ടിട്ട് അതിന് കൈയടിക്കുന്ന പരിപാടിയുണ്ട്. ബി കെയർഫുൾ. അതിനാണ് ദൈവവചനം ഞാൻ എപ്പോഴും ഊന്നി പറയുന്നത്. ദൈവവചനം ശരിയാവണ്ണം പഠിച്ച് വരോവയിലുള്ളവരെ പോലെ പഠിച്ച് മനസ്സിലാക്കിയിരുന്നാൽ ആരും നിങ്ങളെ ചതിക്കത്തില്ല. പിന്നെ വേറെ കാര്യമുണ്ട്.
അങ്ങനെയുള്ള പ്രസംഗത്തിന് ഓക്കെ പറയാനും നിൽക്കത്തുമില്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ദാനിയേലിന് രാജാവ് ഓർഡർ ഇട്ടതാണ്. രാജാവിന് അങ്ങനെ മാറ്റാനൊക്കത്തില്ല. ദൈവപ്രമാണങ്ങളെ ദൈവം മാറ്റത്തില്ല. അവൻ മുഖം നോക്കുന്ന ദൈവമല്ല. അയ്യോ, എൻ്റെ അന്നമ്മസോ മകളാണ്, കുട്ടിയാണ് എൻ്റെ മകളാണ് എന്ന് കർത്താവ് ഒന്ന് പറഞ്ഞിരിക്കട്ടെ. ഫേവർ ചെയ്യാൻ പറ്റുമോ? വചനമാണ്. ആരാന്ന് പറഞ്ഞാലും വേണം. വചനം തെറ്റിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷയുണ്ട്. ആരാന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ശിക്ഷയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ട്, അത് സമ്മതിച്ചു. ദൈവം സ്നേഹവാനാണ്. പക്ഷെ പ്രമാണങ്ങൾ കൂടി തന്നിട്ടുണ്ട്. പ്രമാണം അനുസരിക്കാൻ ദൈവം നമുക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവം സ്നേഹമാണെന്നുള്ള മറവിൽ എല്ലാം അങ്ങ് കണ്ണടച്ച് തോന്നിയ രീതിയിൽ നടക്കാനൊന്നും ദൈവം നമ്മളെ അനുവദിച്ചിട്ടൊന്നുമില്ല. 29 പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. മനസ്സിലാക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 29 പാപങ്ങൾ ചെയ്താൽ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനത് പറയുമായിരുന്നു. അച്ഛൻ ധൈര്യവാനാണ്. അവിടെ ബിഷപ്പ് ഇരിക്കുന്നെന്നും അവിടെ പ്രധാന മാനേജർ മെത്രാപ്പൊലീത്ത ഇരിക്കുന്നെന്നും ഇതൊന്നും അച്ഛൻ നോക്കിയില്ല. അച്ഛനുള്ള കാര്യം, ദൈവം ഏൽപ്പിച്ച കാര്യം ധൈര്യമായിട്ട് സംസാരിച്ചു. അതാണ് അതിൻ്റെ കാര്യം. സ്തോത്രം. നമ്മളാണ് ജനങ്ങളെ ഭയപ്പെടുന്നത്. പറയണം, അവർക്കെന്തോ തോന്നുന്നു, അവരിറങ്ങി പോകുമോ, ദശാംശം തരുമോ, സഭ വിട്ടു പോകുമോ, അവർ നമ്മളെ പേടിപ്പിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ പോലെ, യോശുവയെ പോലെ, ദാവീദിനെ പോലെ, ദാനിയേലിനെ പോലെ. അച്ഛന്റെ പേര് പി.ടി. തോമസ്. പി.ടി. തോമസ് അല്ലേ? താങ്ക് യു. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ. ബ്രോക്കറിനാണല്ലോ അഭിനന്ദനം പറയണം. ബ്രോക്കറിനെ വിളിച്ച് അഭിനന്ദനം പറ. കേട്ടല്ലോ. ആ, അപ്പോൾ അച്ഛനെ വിളിച്ച് സംസാരിക്കും. ഓക്കെ, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഓക്കെ, താങ്ക് യു കുഞ്ഞുമത്സവരി. ഓക്കെ, സ്തോത്രം. അതെ, അച്ഛനെ അഭിനന്ദനം അറിയിക്കാൻ താല്പര്യമുള്ളവർക്ക് അറിയിക്കാം. കുഞ്ഞുമത്സവരി പേര് കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം സ്തോത്രം. ദാനിയേൽ 6:22 എന്ന് വായിക്കാം. ദാനിയേൽ 6:22. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. അതെ, സ്തോത്രം. അതെ, സിംഹക്കുഴിയിൽ പല സിംഹങ്ങളും കിടപ്പുണ്ട്. അപ്പം ഒന്നിനും ഒരു സിംഹവും പോലും തനിക്ക് കേട് വരുത്തിയില്ല. തനിക്ക് കേട് സംഭവിക്കാത്തതിന് 2 കാരണം ദാനിയേൽ പറയുന്നത്: ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവൻ ആണ്. കണ്ടോ, രാജാവിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവന്. അല്പം മുമ്പേ പറഞ്ഞല്ലോ, തലേ തുണി ഇട്ടുകൊണ്ട്, തുണി ഇടാതെ വണ്ണം വന്ന് പ്രസംഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ദൈവം അവിടെ തന്നെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂവർട്ടീസ്, അതായത് തെറ്റ് ചെയ്ത് കഴിഞ്ഞു, തലയെ അപമാനിച്ചു. ഏത് തല? ക്രിസ്തുവെന്ന് തലയെ അപമാനിച്ചു. മനസ്സിലാക്കണം. അത് ദാനിയേൽ പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞുമത്സവരി ആരാണ് പറഞ്ഞതിന് കേട്ടത്? ആരാ? അയ്യ, ഇപ്പം ഈയിടെ മരിച്ചത് സഹോദരൻ്റെ പേരെന്തായിരുന്നു? അന്ന കണ്ടെത്തി. ഓക്കെ. സഹോദരൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ്. നല്ല വെള്ള വസ്ത്രവും. ഞാൻ കണ്ട ഫോട്ടോ അതിൻ്റെ കുഞ്ഞുമത്സവരിയും പറഞ്ഞത് ഞാൻ കേട്ടു. തലേ തുണിയൊക്കെ ഇട്ട് ആ സഹോദരി ഇരിക്കുന്നത് കണ്ടാൽ സോ ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ക്രിസ്തുവിൻ്റെ മുമ്പിൽ. അതെ, അതാണ് കാണുമ്പോൾ തന്നെ അറിയാം. അതാണ് ദൈവമക്കളെ, നാം ഈ ലോകത്തിൻ്റെ പ്രഭാവങ്ങളിലും സൗന്ദര്യത്തിലും ആർഭാടങ്ങളിലും ഒക്കെ മുങ്ങിക്കുളിച്ചുകൊണ്ട് 2 കൂടി പറ്റത്തില്ല. വിശ്വാസിയാകാനൊക്കത്തില്ല. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. തുറന്ന് ഞാൻ സംസാരിക്കുക. ഹല്ലേലൂയ. ഞാൻ അച്ഛനെ താങ്ക് യു പറയാം. താങ്ക് യു അച്ഛ. അച്ഛൻ്റെ പ്രസംഗം എനിക്കൊരു പ്രചോദനമായി.
താങ്ക് യു. ഹാലലൂയ. എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എന്നാൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ആളവിടെ ഇരിക്കുമ്പോഴാണ് ആ ആളങ്ങനെ സംസാരിക്കത്തില്ല. മെത്രാപ്പോലിത്തേക്കും തോന്നുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് പോവുമോ, പത്തോമായും സഭ വിട്ടു, ആൾക്കാർ വിട്ടു പോവുക, പക്ഷേ ഇട്ടപ്പെടും. അച്ഛനുള്ള കാര്യം പറഞ്ഞു. അച്ഛൻ സത്യമായുള്ള കാര്യം സംസാരിച്ചു. അതിന് പേടിയൊന്നുമില്ല. അപ്പം നമ്മൾ ദൈവത്തിന് മുമ്പിൽ നാം പറയുവാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ചത് യെരമ്യാവിനെ പോലെ, യെശയ്യാവിനെ പോലെ, രാജാവിന് മുമ്പിലും, പൗലോസിനെ പോലെ, ഫെലിക്സിൻ്റെ മുമ്പിലും, അഗ്രിപ്പാവിൻ്റെ മുമ്പിലും ഒക്കെ പ്രസംഗിക്കാനുള്ള തൻ്റെ ചങ്കൂറ്റം നിങ്ങൾ നേടിയെടുക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ മുമ്പിലും കുറ്റക്കാരനല്ല, രാജാവിൻ്റെ മുമ്പിലും ദാനിയേൽ കുറ്റക്കാരനല്ല. അസാക്ഷ്യം, നമുക്ക് അസാക്ഷ്യം പറയാൻ പറ്റുമോ? ഇന്ന് വൈകാറായ സമയം ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ കുറ്റക്കാരനല്ല എന്ന്? അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ ഞാൻ കുറ്റക്കാരനല്ല എന്ന്? സ്തോത്രം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. നമ്മുടെ ദൈവസന്നിധിയിൽ നേരും നിഷ്കളങ്കതയും ഉള്ളവന് ഒരു കേടും സംഭവിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമുക്ക് കേട് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് കേട് സംഭവിക്കുന്നു? അല്പം മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തത് കൊണ്ട്, അതായത് ആ മനുഷ്യൻ സംസാരിച്ച രീതി, അയാൾ ഉപയോഗിച്ച വാക്കുകൾ, ഇതെല്ലാം എനിക്ക് കേട് വരുത്തി എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ നേരുള്ളവരല്ല എന്നതാണ് വാസ്തവം. അല്ല, നമ്മുടെ ദൈവസന്നിധിയിൽ നേരുള്ളവരായിരിക്കണം. ആമേൻ. സ്തോത്രം. നമ്മളിതിന് എത്ര വർഷത്തിൽ കിടന്ന് അലറി പ്രാർത്ഥിച്ചാലും, എത്ര വർഷത്തിൽ കിടന്ന് പാടിയാലും, നമ്മുടെ ഹൃദയം നേരുള്ളവരല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. മനസ്സിലാക്കാം. സ്തോത്രം. അപ്പം സ്തോത്രം. നമ്മൾ ആത്മീയത്തിൽ നമുക്ക് ഡയബറ്റിക് ഉണ്ടാകാൻ പാടില്ല. ആത്മീയത്തിൽ നമുക്ക് പ്രമേഹം ബാധിതരാകാൻ പാടില്ല. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ മുറിവുകളുണ്ടല്ലോ, ഡയബറ്റിക് ഉള്ളവരുടെ മുറിവുകൾ ഉണങ്ങാൻ താമസം ഉണ്ടാവും. ആത്മീയത്തിൽ നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ ഈ മുറിവുകൾ ഉണങ്ങാൻ താമസം ഉണ്ടാകും. ഓർമ്മയിരിക്കണം. അതായത് രോഗത്തിന് സൗഖ്യം കിട്ടാൻ ലേറ്റ് ആകും. ഞാൻ പറഞ്ഞു 30 വർഷം എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നുവരെയും ഈ ഡോക്ടർമാരെല്ലാം എന്നോട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നുവരെയും ദൈവകൃപയാൽ സർജറി ചെയ്യേണ്ടത് വന്നില്ല. ദൈവം എന്നെ അനുവദിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരും സ്തോത്രം പറഞ്ഞില്ല. അമ്മയ്ക്കിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അതേപോലെ അമ്മയ്ക്കിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. ഓക്കെ. സ്തോത്രം. അപ്പം ഞാൻ ഈ വിഷയം ഈ കാര്യത്തിന് എത്ര എൻ്റെ ഓർമ്മയിൽ 1, 2, 3 ഇത് 4ാമത്തെ ഡോക്ടറെ കണ്ടായത്. മറ്റേ ഡോക്ടർമാരെല്ലാം റിട്ടയറായി അവരൊക്കെ ഇങ്ങനെ ആയി ഞാൻ പറഞ്ഞത്. അപ്പം അതെ, സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നത് ഏതെങ്കിലും നാം പ്രവർത്തിച്ചാൽ അത് മുഖാന്തരം നമുക്ക് കേട് സംഭവിക്കും. അല്പം പറഞ്ഞ നിസ്സാരമായ ഒരു കാര്യം തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ എൻ്റെ അപ്പനെ ഞാൻ എൻ്റെ അപ്പനെ ഞാൻ അപമാനിക്കുവാണെങ്കിൽ സ്ത്രീയുടെ തല ക്രിസ്തുവാണ്, തലയെ അപമാനിക്കരുത്. പുരുഷന്റെ തല ക്രിസ്തുവാണ്, പുരുഷനെ അപമാനിക്കരുത്. ആരാന്ന് പറഞ്ഞത് അഭ്യാസം കാണിക്കരുത്. സ്തോത്രം. കേട് സംഭവിക്കും. ആർക്കാ കേട് സംഭവിക്കുന്നു? നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേട് സംഭവിക്കും. നാം ആർക്കും അതായത് ഒരു ദോഷവും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുവാൻ ആർക്കും സാധിക്കത്തില്ല. നമ്മളെ ആരും ദോഷം ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ ദാനിയേലിൻ്റെ മനസ്സിൽ
മുറിവേൽക്കാമായിരുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് സ്വോത്രം ഒന്നുകൂടി പറഞ്ഞ, ദാനിയേലിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പലരും ഒരുമിച്ച് കൂടി അവനെ വഞ്ചിച്ചു. താൻ വിശ്വസ്തയോട് താൻ സേവിച്ചു വന്ന് രാജാവ് തന്നോട് ആലോചിക്കാതെ രേഖ എഴുതി. സ്വോത്രം അതായത് അപ്പം ദാനിയേലിന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. എന്താ അറിയോ, ഈ രേഖ എഴുതിയത് രാജാവാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നും ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നും നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് തന്നോട് മാത്രമേ സകലരും അപേക്ഷ കഴിക്കാവൂ എന്ന് രേഖ എഴുതുവാൻ രാജാവിന് എങ്ങനെ കഴിഞ്ഞു? രാജാവിനറിയാം ഒരു വിധത്തിൽ ദാനിയേൽ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ഇപ്പം രാജാവ് രേഖ മാറ്റിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദാനിയേലിന് രാജാവിനോട് ഒരു പ്രയാസം ഉണ്ടാകാം. അങ്ങനെ ചിന്തിക്കാം. സ്തോത്രം അല്ലേ. അപ്പം ദാനിയേലിനെ സംബന്ധിച്ച് ഒരു ഉത്കൃഷ്ട മനസ്സുണ്ടായിരുന്നു. സ്തോത്രം. ആളുകൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചേക്കാം, നിങ്ങൾക്കെതിരെ ദോഷം സംസാരിച്ചേക്കാം, നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയേക്കാം. എന്നാൽ അവർക്കാർക്കും നിങ്ങളുടെ സ്വഭാവത്തെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സെൻ്റ് അഗസ്റ്റീൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം പുതിയ സൃഷ്ടിയായി മാറി. അതെ, സ്തോത്രം, നമ്മെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ താഴ്ത്തും, ടെസ്റ്റിങ് നടത്തും. സ്തോത്രം. നമുക്ക് കേട് സംഭവിച്ചു എന്ന് ചിലപ്പോൾ നാം പറയും. ഞാൻ അവസാനിപ്പിക്കുക, സമയമായിരുന്നു. ഓക്കെ. അപ്പം മറ്റുള്ളവർ നമ്മളെ ഉദ്ധരിപ്പിച്ചേക്കാം, നമുക്കെതിരെ സംസാരിക്കും, നമ്മെ നിന്ദിക്കും, നമുക്ക് കേട് സംഭവിച്ചു തോന്നാം. അതെ, അതിനുള്ള കാരണം നമ്മുടെ പ്രവൃത്തിയോ പെരുമാറ്റവും കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കേട് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നാം മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാത്തവരാണെങ്കിൽ മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന ദോഷങ്ങൾ എല്ലാം നമുക്ക് അനുഗ്രഹമായി മാറും. അവർ ദോഷം ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായി മാറും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു, അവസാനിപ്പിക്കുന്നു. ദൈവങ്ങളെ, നമുക്ക് ദൈവസന്നിധി നേരിടുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു അന്നമ്മ സഹോദരി ആൻഡ് അമ്മണിക്കുട്ടി സഹോദരി. ഇന്ന് വൈകുന്നേരം ദൈവം എന്ന് വെച്ചാൽ ഈസ്റ്റേൺ ടൈം 8 o'clock ഇംഗ്ലീഷ് ലൈനിൽ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുന്നു. ഈസ്റ്റേൺ ടൈം 8 o'clock ഇംഗ്ലീഷ് ലൈൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.